പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. ജന്തർ മന്ദറിലെ സമരം നിയമവിരുദ്ധമെന്നും ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നു. ശരത്ത്, CJP കഴിഞ്ഞ കുറച്ച് നാളായി സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അവിടെ നിന്നും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ആ ആശുപത്രിയിലേക്ക് മാറ്റിയ രീതി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടും അതിനൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും കൊണ്ടാണ് ഭാജപ പാർട്ടി പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ തുടങ്ങിയത്. അതിനിപ്പോൾ അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യം എന്താണ്? ഏതോ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികൾ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കം വാങ്ചുക്കിനെ ജനാധിപത്യ രീതിയിൽ സമരം വാങ്ചുക്കിനെ ഇത്ര ബലം പ്രയോഗിച്ച് മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാളെ തുടങ്ങുന്ന പാർലമെന്റിൽ പ്രതിപക്ഷം ഒരുക്കം കൂട്ടുന്നത്. എന്നാൽ ഡൽഹി പോലീസ് ആവട്ടെ നാളെ ഭാജപ പാർട്ടി അല്ലെങ്കിൽ CJP ആഹ്വാനം ചെയ്ത പാർലമെന്റ് ചലോ മാർച്ച് അതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ നോട്ടീസ് നൽകി കഴിഞ്ഞു ഡൽഹി പോലീസ്. ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടി സമരപന്തലിലെത്തിയാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയത്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ 4 മണിയിൽ തന്നെ ജന്തർ മന്ദറിന് പുറത്തുമുള്ള സുരക്ഷ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. അതായത് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന നിയന്ത്രണം കടുപ്പിച്ചു പോലീസ് എന്ന് വേണം നമുക്ക് പറയാൻ. എന്നാൽ നാളെ നടക്കുന്ന പാർലമെന്റ് മാർച്ച് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡൽഹി പോലീസ്. അതിന് കാരണമായി ഡൽഹി പോലീസ് പറയുന്നത് മാർച്ച് നടത്താനോ അല്ലെങ്കിൽ ഇത് നടത്താനും ഉള്ള ഒരു അനുമതി വാങ്ങണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുമാത്രമല്ല കാശ്മീരിലെ 2 സംഘടനകൾ നിരവധി സംഘടനകൾ നാളെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താനുള്ള അനുമതി നേരത്തെ തന്നെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് മാർച്ച് അനുമതി നൽകാൻ കഴിയില്ല എന്നതാണ് ഡൽഹി പോലീസ് നിലപാട്. എന്നാൽ CJP ആവട്ടെ ശക്തമായ രീതിയിൽ തന്നെ തങ്ങളെ പ്രതിഷേധം തുടരുകയാണ്. പോലീസിന്റെ അനുമതി വാങ്ങിയാലും ഇല്ലെങ്കിലും നാളെ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യും എന്നാണ് CJPയുടെ നിലപാട്. ഇതിന് പിന്തുണയുമായി പ്രതിപക്ഷ കക്ഷികൾ എത്തിയിട്ടുണ്ട്. കെജ്രിവാൾ എത്തിയിട്ടുണ്ട്. CPM എത്തിയിട്ടുണ്ട്. CPIM എത്തിയിട്ടുണ്ട്. ഏതായാലും നാളെ പാർലമെന്റ് മാർച്ച് നടക്കുമോ അല്ലെ അതിനു മുമ്പേ CJP പ്രവർത്തകരെ ജന്തർ മന്ദർ ഒഴിപ്പിക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഏതായാലും കനത്ത പോലീസ് സന്നാഹമുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെ സന്നാഹമുണ്ട്. രാവിലെ മുതൽ തന്നെ ഇന്നലെ പുലർച്ചെ ഒഴിപ്പിക്കുമെന്നൊരു ഭയത്താൽ CJPയും അതുപോലെ തന്നെ സമരം കൂടുതൽ ശക്തമാക്കും CJP. ഇപ്പോൾ പാർലമെന്റ് മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു. നമുക്കൊരു